ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മീരാസ് നോവല്ല. ഇനിയെന്നും ഭാഗം 9. ദിവസങ്ങൾ വളരെ വേഗം കടന്നുപോയിക്കൊണ്ടിരുന്നു. സ്വയം എടുത്ത തീരുമാനത്തിൻ പ്രകാരം ദേവു ജോണിനോടും മേരിയോടും അല്പം അകൽച്ച കാണിച്ചു തുടങ്ങി. അത് ജോണിനും മേരിക്കും സങ്കടവും ഡേവിഡിന് സന്തോഷവും ഉണ്ടാക്കി. അവളെ പറ്റിയുള്ള ഒരു വിവരവും കിച്ചുവിന് ലഭിച്ചില്ല. അവളിൽ നിന്നും തന്നെ എന്തെങ്കിലും ക്ലൂ കിട്ടും എന്ന വിശ്വാസത്തിൽ കിച്ചുവും ഡേവിഡും അന്വേഷണം തൽക്കാലം നിർത്തിവെച്ചു. ഡേവി, GS ഗ്രൂപ്പ് അവരുടെ ഒരു വില്ല പ്രോജക്റ്റിനു വേണ്ടി അവൾ, നിന്റെ ശത്രു ദേയും, അവൾ ആ പരട്ടയേട്ടനും ശ്രമിക്കുന്നുണ്ട്. നിന്റെ കയ്യിൽ നിന്നും ചതിയിലൂടെ നേടിയ DJ കൺസ്ട്രക്ഷൻസ് ഇന്ന് ആ കമ്പനിയുടെ അവസ്ഥ വളരെ മോശമാണ്. അവർക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ ഈ പ്രോജക്റ്റ് കിട്ടിയേ ഒക്കൂ. അത് നമുക്ക് സ്വന്തമാക്കാൻ സാധിച്ചാൽ അവർക്കത് നല്ലൊരു അടിയായിരിക്കും. നീ എന്തു പറയുന്നു? ഫോണിലൂടെ കിച്ചു പറഞ്ഞ കാര്യങ്ങൾ കേൾക്കെ അവന്റെ ചുടികളിൽ ക്രൂരമായ ചിരി വിരിഞ്ഞു. അവർ ശ്രമിക്കട്ടെ കിച്ചു, പക്ഷേ ആ പ്രൊജക്റ്റ് സ്വന്തമാക്കുന്നത് ഞാൻ തന്നെയായിരിക്കും. അവരെ തോൽപ്പിക്കാൻ കിട്ടുന്ന ഒരവസരവും വെറുതെ ഞാൻ കളയില്ല. പറയുന്നതോടൊപ്പം ഇനി ചെയ്യേണ്ട കാര്യങ്ങൾ അവർ ചർച്ച ചെയ്തു. അടുത്ത ദിവസം തന്നെ കിച്ചു പറഞ്ഞ കാര്യങ്ങൾ ഡേവിഡ് ജോണിനോട് പറഞ്ഞു. ദിയ ചെയ്ത ചതി ഓർക്കെ അവൻ അനുകൂലമായി തന്നെയായിരുന്നു ജോണിന്റെ അഭിപ്രായവും. അവരുടെ സംഭാഷണം അടുക്കളയിൽ നിന്ന് കേട്ട ദേവുവും ആ പ്രൊജക്ട് ഡേവിഡിന് കിട്ടുവാൻ വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു. ദിവസങ്ങൾ പോകെ ഡേവിഡ് പ്രൊജക്ടിന്റെ തിരക്കുകളിലേക്ക് തിരിഞ്ഞു. ഓഫീസിലും വീട്ടിലും അവൻ ഒരു മിനിറ്റ് പോലും പാഴാക്കാതെ വിവിധ പ്ലാനുകൾ വരച്ചെങ്കിലും ഒന്നിലും ഒരു സംതൃപ്തി അവന് ലഭിച്ചില്ല. ഡേവിഡ് ഓഫീസിൽ പോയി തുടങ്ങിയത് ജോണിനും മേരിക്കും സന്തോഷം നൽകി. എന്നാൽ ഇപ്പോഴത്തെ അവന്റെ ടെൻഷൻ കണ്ടപ്പോൾ സങ്കടവും. പ്രൊജക്ട് പ്രസന്റേഷന്റെ ദിവസം അടുക്കും തോറും നല്ലൊരു പ്ലാൻ തയ്യാറാക്കാൻ സാധിക്കാത്തതിൽ അവന് സങ്കടവും ദേഷ്യവും തോന്നി. അതേ ദേഷ്യം അവൻ സ്റ്റാഫുകളോടും വീട്ടിലും കാണിച്ചു തുടങ്ങി. അവന്റെ ഈ പെരുമാറ്റം ജോണിനെയും മേരിയെയും വളരെയധികം വേദനിപ്പിച്ചു. ആഹാരവും ഉറക്കവും പോലും ഉപേക്ഷിച്ച് അവൻ നടക്കുന്നത് അവരിൽ ആശങ്കയുണ്ടാക്കി. ഇതൊക്കെ കണ്ട് അവളും അവിടെ ഉണ്ടായിരുന്നു. ദേവു അവനെ സഹായിക്കണമെന്ന് അവൾ ആത്മാർത്ഥമായി ആഗ്രഹിച്ചെങ്കിലും താനിപ്പോൾ അതിനു മുതിർന്നാൽ ദേവിക്ക് തന്റെ മേലുള്ള സംശയം കൂടുതൽ ബലപ്പെടും എന്നറിയാവുന്നതിനാൽ അവൾ അതിന് മുതിർന്നില്ല. ഒരു ദിവസം ഡേവിഡ് ഓഫീസിൽ പോയ സമയം ജോണും മേരിയും എന്തോ ആവശ്യത്തിന് പുറത്തേക്ക് പോയതും ദേവു ഡേവിഡിന്റെ മുറിയിലേക്ക് കയറി അവന്റെ ലാപ്പ് ഓൺ ചെയ്തു. GS ഗ്രൂപ്പിന്റെ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും തന്റെ പെൻഡ്രൈവിലേക്ക് സേവ് ചെയ്തു. ശേഷം ലാപ്പ് ഓഫ് ചെയ്ത് വേഗം തന്നെ മുറി വിട്ടിറങ്ങി. പ്രൊജക്ട് പ്രസന്റേഷന് 2 ദിവസം മാത്രം ബാക്കി നിൽക്കെ ഡേവിഡ് തന്റെ ഓഫീസ് റൂമിൽ ടെൻഷനോടെ നടന്നു. ഇതുവരെ ഉണ്ടാക്കിയ ഒരു പ്ലാനും അവനെ പൂർണ്ണമായും തൃപ്തനാക്കിയിരുന്നില്ല. ആ പ്രൊജക്ട് ദിയയ്ക്ക് കിട്ടുമോ എന്ന ചിന്ത അവനെ കൂടുതൽ അസ്വസ്ഥനാക്കി. സർ, തന്റെ PA കിരണിന്റെ ശബ്ദമാണ് ആലോചനകളിൽ നിന്നും അവനെ മുക്തനാക്കിയത്. നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ കിരൺ, എന്നെ സാർ എന്ന് വിളിക്കരുതെന്ന്? നീ എന്റെ നല്ലൊരു ഫ്രണ്ടാണ്. എല്ലാം നഷ്ടപ്പെട്ട് തകർന്നു നിന്ന എന്നെ എന്റെ കിച്ചുവിന്റെ അഭാവത്തിൽ എനിക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും നിന്ന് കൂടി നിന്ന നിനക്ക് സ്ഥാനെന്താ ഈ നെഞ്ചിലാണടാ. ഗൗരവത്തിൽ ആരംഭിച്ച് അവസാനമായപ്പോഴേക്കും അവന്റെ ശബ്ദമിടറി. ഹേയ് ഡേവിച്ച, ഇതെന്താ വല്ല സീരിയൽ നായകന്മാരെ പോലെ? എന്റെ ഡേവിച്ചൻ നല്ല പുലിക്കുട്ടിയല്ലേ. ഞാൻ ആ ഫ്ലോയിൽ അങ്ങ് വിളിച്ചു പോയതല്ലേ, നിങ്ങൾ ക്ഷമി. അതും പറഞ്ഞ് ഡേവിഡിന്റെ വയറ് നോക്കി ഒരു ഇടി വെച്ചു കൊടുത്തതും അടുത്ത നിമിഷം അവന്റെ കഴുത്തിൽ ചുറ്റിപ്പിടിച്ച് കുനിച്ചു നിർത്തി പുറം നോക്കി ഇടിയും വെച്ചു കൊടുത്തു ഡേവിഡ്. അയ്യോ, ആരെങ്കിലും ഓടിവായോ, എന്നതാ ഈ കാലം കൊല്ലുന്നേ. അവന്റെ അലറി വിളിച്ചുള്ള പറച്ചിലിൽ ഒന്നും അവനിൽ ഒരു കുലുക്കവും ഉണ്ടാക്കി. പെട്ടെന്നാണ് ബലിഷ്ഠമായ 2 കൈകൾ ഡേവിഡിന്റെ വയറിലൂടെ ചുറ്റിപ്പിടിച്ച് പുറകിലേക്ക് വലിച്ചത്. അപ്രതീക്ഷിതമായ നീക്കത്തിൽ കിരണിന് മേലുള്ള ഡേവിഡിന്റെ പിടുത്തം അയഞ്ഞു. അടുത്ത നിമിഷം തന്റെ പിന്നിൽ നിന്ന് പിടിച്ചു നിൽക്കുന്നവന്റെ കാലിനിട്ട് ഒരു ചവിട്ട് ഡേവിഡ് വെച്ചു കൊടുത്തതും അവന്റെ മേലുള്ള പിടിയും അയഞ്ഞു. വേദനയാൽ കുനിഞ്ഞിരിക്കുന്നവനെ ദേഷ്യത്തോടെ ഡേവിഡ് പിടിച്ചു നോക്കിയതും തന്റെ മുന്നിൽ നിൽക്കുന്നവനെ കണ്ടതും ഡേവിഡ് ആശ്ചര്യപ്പെട്ടു. കിച്ചു തന്റെ മുന്നിൽ നിൽക്കുന്നവനെ ഒരു നിമിഷം പാഴാക്കാതെ ഇറുക്കെ പുണർന്നതും
അത് കണ്ട് കുശുമ്പ് കയറി കിരണും ഓടിച്ചെന്ന് രണ്ടാളെയും ചേർത്ത് കെട്ടിപ്പിടിച്ചു. നീ നീ എന്താടാ ഇവിടെ? ആശ്ചര്യത്തോടെ ദേവി ചോദിച്ചപ്പോൾ അവനെ കൂർപ്പിച്ചു നോക്കി കിച്ചു. അതെന്താ, എനിക്ക് ഇങ്ങോട്ട് വന്നൂടെ? ഓ അതല്ല, പെട്ടെന്ന് കണ്ടപ്പോ ആകെ സർപ്രൈസ് ആയിപ്പോയി, അതുകൊണ്ട് ചോദിച്ചതാടാ പൊട്ടാ. ആ സർപ്രൈസ് തരാൻ വേണ്ടി തന്നെ വന്നതാ. അവിടെ നീയില്ലാതെ എനിക്കൊരു സുഖവുമില്ല. പിന്നെതാ ഇവനെ നീ ഇങ്ങോട്ട് കൊണ്ടുപോന്നു. പിന്നെ ഞാൻ മാത്രം അവിടെ നിന്നിട്ട് എന്തിനാ? അപ്പ ഞാൻ ഇങ്ങോട്ട് പോന്നു. ഇവിടെ നിന്നാൽ എങ്ങനെ നിനക്ക് ജോലിക്ക് പോകുന്നേ? ഡേവിഡ് ചോദിച്ചതും കിച്ചു കപട ദേഷ്യത്തോടെ അവനെ നോക്കി. അതെന്താ, ACP ഡേവിഡ് ജോൺ കളത്തിപ്പറമ്പിൽ IPS മാത്രമേ ലോങ് ലീവ് എടുക്കാൻ പാടുള്ളൂ എന്നുണ്ടോ? ACP കിഷോർ ശങ്കർ IPS ലീവ് കിട്ടും. ഇനി നീ എന്ന് തിരികെ ജോയിൻ ചെയ്യുന്നോ അന്നേ ഞാനും പോകുന്നുള്ളൂ. കിച്ചുവിന്റെ വാക്കുകൾ കേട്ടതും ദേവിക്ക് ഒരുപാട് സന്തോഷം തോന്നി. പക്ഷേ 2 വർഷം മുന്നേ നടന്ന കാര്യങ്ങൾ ആലോചിച്ചപ്പോൾ അവന്റെ മുഖം മങ്ങി. അത് കണ്ടതും അവന്റെ മനസ്സിൽ ഇപ്പോൾ എന്താണെന്ന് മനസ്സിലാക്കിയ പോലെ കിച്ചു അവനെ കെട്ടിപ്പിടിച്ചു. ഹ, പേടിക്കാതെടാ, എനിക്കൊന്നും സംഭവിക്കില്ല. നീയില്ല എന്റെ കൂടെ. എന്നോട് ചെയ്തതിന് പകരം ചോദിക്കേണ്ടത് ഞാൻ തന്നെയല്ലേ? നീ ഈ പ്രോജക്റ്റ് ഏറ്റെടുക്കുമ്പോൾ തന്നെ ഞാൻ മനസ്സിൽ കണക്ക് കൂട്ടിയതാ ഇതൊക്കെ. അധികം വൈകാതെ നിന്റെ ശത്രുക്കൾ അറിയും നീ ആരാണെന്ന്. നിന്നെ തകർക്കാൻ അവർ ഇറങ്ങുമ്പോൾ നിനക്ക് ശക്തിയായി ഇടവും വലവും ദാ ഇവനും ഞാനും ഉണ്ടാവും. കിരണിനെ ചൂണ്ടിക്കാണിച്ച് കിച്ചു പറയുമ്പോൾ അതേ എന്ന രീതിയിൽ കിരണും ചിരിച്ചുകൊണ്ട് തലയാട്ടി. ഡാ, പക്ഷേ നിന്റെ അച്ഛനും അമ്മയും ഒരിക്കൽ ഞാൻ കാരണം മരണത്തെ മുഖാമുഖം കണ്ടവനാണ് നീ. അവർക്ക് ഭയമുണ്ടാകും. ഉണ്ട്, ഭയമുണ്ട്. അത് പക്ഷേ എന്നെ പറ്റി ഓർത്തല്ല, നീ തനിച്ചാവും എന്നോർത്താണ്. എന്റെ അമ്മയാണ് എന്നെ ഇങ്ങോട്ട് അയച്ചത്. ഇറങ്ങാൻ നേരം എന്റെ അമ്മ എന്നോട് പറഞ്ഞത് എനിക്ക് 3 ആൺമക്കളാണ്, നീയും ദേവിയും പിന്നെ കിരണും. അതിൽ ഒരാള് ദേഹത്ത് പോലും മണ്ണ് വീണാൽ അമ്മയ്ക്ക് സഹിക്കില്ല. അതുകൊണ്ട് 3 പേരും ഒന്നിച്ചു നിന്ന് ശത്രുക്കളെ ഇല്ലാതാക്കണം. എന്നിട്ട് അമ്മയുടെ അടുത്തേക്ക് ഒരുമിച്ച് ചെല്ലണമെന്നാണ്. കിച്ചുവിന്റെ മറുപടി ദേവിയെ ഒരുപാട് സന്തോഷിപ്പിച്ചു. മനസ്സിന് കൂടുതൽ ശക്തി കിട്ടിയ പോലെ അവന് തോന്നി. ഏറെ നേരത്തെ വിശേഷം പങ്കുവയ്ക്കലിന് ശേഷം അവർ 3 ആളും ചേർന്ന് പ്ലാൻ ഉണ്ടാക്കാൻ തുടങ്ങിയെങ്കിലും പെർഫെക്റ്റ് ആയ ഒന്നുണ്ടാക്കുവാൻ അന്ന് വൈകുന്നേരമായിട്ട് പോലും സാധിച്ചില്ല. ഡേവിഡിനെ പോലെ തന്നെ കിരണിനും കിച്ചുവിനും ടെൻഷൻ അനുഭവപ്പെട്ടു തുടങ്ങി. നീ വെറുതെ ടെൻഷൻ ആവാതെ ദേവി, നമ്മുടെ പ്ലാൻ പെർഫെക്റ്റ് അല്ലെങ്കിലും ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നതിന്റെ അടുത്ത് പോലും അവളുടെ ആ ദിയുടെ പ്ലാൻ എത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ ഈ പ്രൊജക്റ്റ് നമുക്ക് തന്നെയാവും കിട്ടുക. ഡേവിഡിന്റെ ടെൻഷൻ കുറയ്ക്കുവാൻ അങ്ങനെ പറഞ്ഞെങ്കിലും ചെറിയൊരു ഭയം കിച്ചുവിനുള്ളിലും ഉണ്ടായിരുന്നു. കാരണം ദിയ്ക്ക് മുന്നിൽ ഒരു തവണ കൂടി തോറ്റാൽ അത് ഡേവിക്ക് സഹിക്കാൻ പറ്റില്ല എന്ന് കിച്ചുവിന് അറിയാമായിരുന്നു. അത് മാത്രമല്ല, അവളെപ്പോലെ ഒരു ദുഷ്ട മനസ്സുള്ളവൾ ഇനിയും ജയിക്കാൻ അനുവദിച്ചുകൂടാ. ദേവിയുടെ മൂഡ് മാറ്റുവാനായി പുറത്തേക്ക് ഇറങ്ങിയതാണ് അവർ 3 പേരും. കുറച്ചുനേരം സംസാരിച്ച് ഓഫീസിലെ ഡേവിഡിന്റെ ക്യാബിനിലേക്ക് കയറിയ അവർ കാണുന്നത് ടേബിളിൽ ഇരിക്കുന്ന ഒരു ഗിഫ്റ്റ് ബോക്സ് ആണ്. ഇതെന്താ ഗിഫ്റ്റോ? ഇതാരപ്പോ ഇവിടെ കൊണ്ടുവച്ചത്? കിരൺ തന്റെ സംശയം മറ്റു 2 പേരോടുമായി ചോദിച്ചു. അതേ സംശയം തന്നെ അവർക്കുമുണ്ടായിരുന്നു. റിസപ്ഷനിൽ വിളിച്ച് ചോദിച്ചതും അത് ഡേവിഡിന്റെ പേരിൽ വന്ന പാഴ്സലാണെന്ന് മനസ്സിലായി. ഡേവിഡ് വേഗം തന്നെ ആ ഗിഫ്റ്റ് പേപ്പർ അഴിച്ചു മാറ്റി. അതിനുള്ളിലുണ്ടായിരുന്ന വലിയൊരു ചാർട്ട് പേപ്പർ തുറന്നു നോക്കി. അവന്റെ കണ്ണുകളിൽ അത്ഭുതം നിറഞ്ഞു. അവന്റെ മുഖത്തെ സന്തോഷം കണ്ടതും കിച്ചുവും കിരണും കാര്യം മനസ്സിലാവാതെ അവനടുത്തേക്ക് ചെന്ന് അതിലേക്ക് നോക്കി. GS ഗ്രൂപ്പ് ഡിമാൻഡ് ചെയ്ത പോലുള്ള പെർഫെക്റ്റ് ആയ ഒരു പ്ലാൻ ആയിരുന്നു അത്. ആരാടാ ഇങ്ങനൊരു പ്ലാൻ അയക്കാൻ? അതേ ആശ്ചര്യത്തോടെ കിച്ചു ചോദിച്ചു പോയി. ഡോണോ. ആ മറുപടി പറയുമ്പോഴും അത് ആരാണെന്ന് അറിയാനുള്ള അതിയായ ആഗ്രഹം ഡേവിഡിനും ഉണ്ടായിരുന്നു. ദാ നോക്ക് ഡേവിച്ച, ഒരു കടലാസ്. ആ പെട്ടിയിലുണ്ടായിരുന്ന കടലാസ് എടുത്തു പോക്കി കിരൺ പറഞ്ഞതും
ഉയർന്ന നെഞ്ചിടിപ്പോടെ ഡേവിഡ് അത് വാങ്ങി തുറന്നു നോക്കി. അതിലെ വരികൾ വായിക്കവേ അവന്റെ ചുടികളിൽ മനോഹരമായ പുഞ്ചിരി വിരിഞ്ഞു. ലക്ഷ്യത്തിലേക്ക് വേഗം എത്തിച്ചേരുവാൻ ഇച്ചന് എന്റെ ചെറിയ സമ്മാനം. ഇച്ചൻ. ഡേവിഡ് അറിയാതെ അവന്റെ നാവിൽ നിന്നും ആ പേര് വീണ്ടും ഉതിർന്നു വീണു. ആരാടാ ഇത്? ആരായാലും നിന്നെപ്പോലെ തന്നെ അവയുടെ തകർച്ച ആഗ്രഹിക്കുന്ന ആരോ ആണെന്ന് ഉറപ്പാണ്. അത് ശരിവെക്കുന്ന പോലെ കിരൺ തലയാട്ടി. എന്നാൽ അവിടെ വാക്കുകളൊന്നും തന്നെ കേൾക്കാതെ ഇച്ചൻ എന്ന വാക്കിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു ഡേവിഡിന്റെ മനസ്സ്. എങ്ങനെയെങ്കിലും തന്നെ സഹായിച്ച ആളെ കണ്ടെത്തണമെന്ന് അവൻ മനസ്സിൽ ഉറപ്പിച്ചു. പക്ഷേ അതിനു മുന്നേ ഈ പ്രൊജക്റ്റ് സ്വന്തമാക്കണം, ഡേവി ഉറപ്പിച്ചു. അന്ന് വളരെ സന്തോഷത്തോടെയാണ് ഡേവിഡ് തിരിച്ച് വീട്ടിലേക്ക് വന്നത്. ഇന്ന് നടന്ന കാര്യങ്ങൾ അതേ സന്തോഷത്തോടെ അവൻ ജോണിനോടും മേരിയോടും പറഞ്ഞു. അവന്റെ മുഖത്തെ നിറഞ്ഞ സന്തോഷം അവളുടെ ചുടികളിലും പുഞ്ചിരി വിരിയിച്ചു. രാത്രി തന്റെ മുറിയിൽ കിടക്കെ അവളുടെ മനസ്സ് നിറയെ ഡേവിയുടെ മുഖത്ത് ഇന്ന് കണ്ട സന്തോഷമായിരുന്നു. എന്തിനാ ഞാൻ ആ പേപ്പറിൽ ഇച്ചനെന്ന് അയാളെ വിളിച്ചത്? കണ്ട അന്ന് മുതൽ തന്നെ വിഷമിപ്പിച്ചിട്ടേ ഉള്ളൂ, വാക്കുകളാൽ കുത്തി നോവിച്ചിട്ടേ ഉള്ളൂ. എന്നിട്ടും എന്തുകൊണ്ടാണ് വളരെ അടുപ്പമുള്ളവരെ പോലെ അങ്ങനെ വിളിക്കാൻ തോന്നിയത്? ഒരുപാട് നേരം ആലോചിച്ചെങ്കിലും അതിനൊരു ഉത്തരം കണ്ടുപിടിക്കുവാൻ അവൾക്ക് സാധിച്ചില്ല. അതേസമയം അകലെ ഡേവിയും ഇന്ന് അവന് കിട്ടിയ ഗിഫ്റ്റിനെ പറ്റിയും അതയച്ച ആളെ പറ്റിയും ആലോചിക്കുകയായിരുന്നു. ആരായിരിക്കും അത്? എന്നെപ്പോലെ തന്നെ അവരോട് ശത്രുതയുള്ള, എന്നാൽ എന്നെ വളരെ അടുപ്പത്തോടെ ഇച്ഛൻ എന്ന് വിളിക്കാൻ അധികാരം കാണിച്ച ആ ഒരാൾ ആരായിരിക്കും? തന്റെ മനസ്സിലെ ചോദ്യങ്ങൾക്ക് തൽക്കാലം ഉത്തരം കിട്ടില്ല എന്ന് മനസ്സിലായതും ഡേവിഡ് ചിന്തകളെ മാറ്റി നിർത്തി ഉറക്കത്തിലേക്ക് വഴുതി വീണു. രാവിലെ അടുക്കളയിൽ പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് കോളിംഗ് ബെൽ അടിക്കുന്നത് ദേവു കേട്ടത്. ഡേവി രാവിലെ തന്നെ ഓഫീസിലേക്ക് പോയിരുന്നു. മേരിയും ജോണും പള്ളിയിലേക്കും പോയി. പിന്നെ ആര് എന്ന ചിന്തയോടെ മുന്നിലെ വാതിൽ തുറന്നതും തനിക്ക് മുന്നിൽ നിൽക്കുന്ന 4 പേരെ കണ്ട് അവൾ സംശയത്തോടെ നോക്കി. ബാക്കി 3 പേരും തിരിച്ചും സംശയത്തോടെ തന്നെ നോക്കുമ്പോഴും 4ാമന്റെ കണ്ണുകൾ അവളുടെ ദേഹത്തെ ആ കിട്ടിയ സമയത്തിൽ തന്റെ കഴുകൻ കണ്ണുകളാൽ കൊത്തി വലിച്ചുകൊണ്ടിരുന്നു. എല്ലാവരെയും മാറി മാറി നോക്കിക്കൊണ്ടിരുന്ന ദേവുവിന്റെ കണ്ണുകൾ അവനിൽ എത്തിച്ചേർന്നതും അവന്റെ ചുഴിഞ്ഞു നോട്ടത്തിൽ തന്റെ ദേഹത്ത് പുഴയിരിക്കുന്ന പോലെ അവൾക്ക് തോന്നി. സാരി വേഗം നേരെ പിടിച്ചിട്ട് അവനിൽ നിന്നും അവൾ നോട്ടം മാറ്റി. തന്റെ കാഴ്ചയ്ക്ക് തടസ്സം നേരിട്ടപ്പോൾ അവന് വല്ലാത്ത ദേഷ്യം തോന്നിയെങ്കിലും സന്ദർഭം ശരിയല്ലാത്തതിനാൽ അവനും അവളിൽ നിന്നും നോട്ടം മാറ്റി. ജോണങ്കിളും മേരി ആന്റിയും ഇല്ലേ അകത്ത്? കൂട്ടത്തിൽ ഒരുത്തൻ ചോദിച്ചതും ഇല്ല എന്ന പോലെ അവൾ തലയനക്കി. ഇല്ല, അവർ പള്ളിയിൽ പോയിരിക്കുക. കുറച്ചു നേരായി. നിങ്ങളൊക്കെ? ആ ദാ ഈ നിൽക്കുന്ന ജെയിംസ് ഇവിടുത്തെ മേരി ആന്റിയുടെ ചേട്ടന്റെ മോനാ. ഞങ്ങളൊക്കെ ഇവന്റെ ഫ്രണ്ട്സാ. തന്നെ കഴുകൻ കണ്ണുകളാൽ ചുഴിഞ്ഞു നോക്കിയവനെ ചൂണ്ടി അവൻ പറഞ്ഞതും അവളിൽ വല്ലാത്തൊരു അസ്വസ്ഥത അനുഭവപ്പെട്ടു. താനേതാ? കൂട്ടത്തിലെ മറ്റൊരുത്തൻ ചോദിച്ചതും അവളുടെ മറുപടിക്കായി അവനെ ശ്രദ്ധിച്ചു. ഞാൻ ഇവിടുത്തെ സെർവന്റാണ്, അകത്തേക്ക് കടന്നിരിക്കൂ. അവൾ ക്ഷണിച്ചതും എല്ലാവരും ബാഗും എടുത്ത് അകത്തേക്ക് നടന്നു. എന്നാൽ ജെയിംസ് വാതിൽക്കൽ ഒതുങ്ങി നിന്നിരുന്ന ദേവുവിന്റെ അടുത്തേക്ക് വന്ന് അറിയാത്ത പോലെ അവളെ ദേഹത്തിലൂടെ തൊട്ടുരുമി അകത്തേക്ക് നടന്നു. അവനെ ദഹിപ്പിക്കും ക്രോധത്താൽ അവൾ നോക്കിയതും തന്റെ നാവിനാൽ സ്വയം ചുണ്ടിനെ തഴുകി ഒരു വഷളൻ നോട്ടം അവൾക്ക് തിരിച്ചു നൽകി. അവന്റെ പെരുമാറ്റം അവളിൽ ദേഷ്യവും സങ്കടവും ഉണ്ടാക്കി. വരും ദിവസങ്ങളിൽ അവനാൽ തനിക്ക് സംഭവിക്കാൻ പോകുന്ന അപമാനങ്ങൾക്ക് സൂചന എന്നോണം അവളുടെ മനസ്സ് വല്ലാതെ അസ്വസ്ഥമായി.